നോക്കണ്ട, നിങ്ങൾ ഭക്ഷണം കഴിച്ച സ്ഥലം വിട്ടോളിത്. നിരാശ കൊണ്ടാണ് അദ്ദേഹം അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേലും, കുറച്ച് കോപ്രായങ്ങളുണ്ട് അവിടെ, തടയാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു. എനിക്ക് വലിയ ഫോഴ്സ് ഇല്ല, വീട്ടിലുള്ള ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ആ സ്റ്റേജിന്റെ മുകളിൽ ബെഡ്റൂമിൽ മാത്രം നടക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സ്റ്റേജിന്റെ മുകളിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാനുള്ള കാരണം. പിന്നെന്താ അർത്ഥമുള്ളത്? ഇത്രയും കാലം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ ഓടി നടന്ന നിങ്ങൾക്കും എനിക്കും ചില കൾച്ചറുകൾ നമ്മുടെ വീട്ടിൽ വെച്ച് രൂപപ്പെടുത്താൻ കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കല്യാണത്തിന്റെ വിഷയത്തിൽ രൂപപ്പെടുത്താൻ വരികയാണ് വലിയ നഷ്ടം അല്ലേ? വലിയ നഷ്ടമാണ്. ഇപ്പം ഡ്രസ്സിന്റെ കാര്യം, നമ്മുടെ പെൺകുട്ടികളുടെ ഇസ്ലാമിക വേഷത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നല്ലൊരു വിഭാഗം പെൺകുട്ടികൾ ടീഷർട്ടും ജീൻസും ധരിച്ചിട്ട് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ടീഷർട്ടും പാൻറ്റും ധരിച്ച് പോകുന്നുണ്ട്. അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്താണ് ഈ വസ്ത്രം ധരിച്ചാലുള്ള പ്രശ്നം? എന്താണ് ഈ വസ്ത്രം ധരിച്ചാലുള്ള പ്രശ്നം? അവർക്ക് മുമ്പിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഹദീസിൽ കാണാം, ഇവരുടെ അധ്വാനം മുഴുവനും ബാത്തിലായി, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹ, സ്വർഗ്ഗത്തിന്റെ വാസന പോലും അവർക്ക് കിട്ടാതെ പോകും. സ്വർഗ്ഗത്തിൽ പോലും പ്രവേശിക്കൂല, സ്വർഗ്ഗത്തിന്റെ വാസന പോലും അവർ കിട്ടൂല എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മുടെ പെൺകുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടിക്ക് പരമാവധി ഇസ്ലാമികമായിരിക്കുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കുക, അവരെ അതുകൊണ്ട് ധരിപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സംഘടനാ പ്രവർത്തകൻ പറഞ്ഞൊരു സങ്കടം ജലീൽ മാഷിനോട് പറഞ്ഞു. 10-25 കൊല്ലമായിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഞാൻ എൻ്റെ ഭാര്യയെ ഒരു കഷ്ണം തട്ടം തലയിലേക്ക് ഇടിയിക്കാൻ ഇതുവരെ എനിക്ക് കഴിയാത്തതുള്ള ദുഃഖത്തിലാണ് ഞാൻ നിന്ന്. ഒന്നും തട്ടിടാൻ പറ്റുന്നില്ല. ചിന്തകൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. വിവാഹം വേണ്ട എന്ന് പറയുന്നവരുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇതൊരു പ്രത്യേക കൾച്ചറാണ്. ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ മതി എന്ന് പുതിയ തലമുറ പറയുന്നു. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ലേറ്റസ്റ്റ് ആയ ഒരു പഠനമുണ്ട്. ആർ മേരീഡ് പീപ്പിൾ ഹാപ്പിയർ ദാൻ അൺമേരീഡ് പീപ്പിൾ? വിവാഹം ചെയ്ത ആളുകൾക്കാണോ സംതൃപ്തി ഉള്ളത്, വിവാഹം ചെയ്യാത്ത ആളുകൾക്കാണോ സംതൃപ്തി ഉള്ളത്? പഠനങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തറിയാം, വിവാഹം ചെയ്ത് ജീവിതം നയിച്ചവർക്ക് തന്നെയാണ് സംതൃപ്തി ഉള്ളത്. അമേരിക്കയിലെ ഒരു ഫാമിലി വിളിച്ചു, മൗലവി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കെങ്കിലും സുഖമുണ്ടോ എന്ന് ചോദിച്ചു. അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അസുഖമില്ല മൗലവി. കോഴിക്കോട്ടൻ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന നാട്ടിൽ നിന്ന് അമേരിക്കയിലെത്തിയൊരു ഫാമിലിയുടെ സങ്കടം. നിസ്കാര ശേഷം കഴിയുന്ന ജുമയ്ക്ക് പ്രാർത്ഥിക്കണം എന്നാണ്. എന്താ പ്രാർത്ഥിക്കണോ? എൻ്റെ മകനൊരു കല്യാണത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്. നല്ല കാര്യമാണ് നമ്മൾ കേൾക്കല്ലേ. പക്ഷെ അവൻ ആലോചിക്കുന്നത് വേറൊരു ആൺകുട്ടിയെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ഡോറിങ്ങനെ തുറക്കുമ്പോൾ എൻ്റെ വീട്ടിനുള്ളിലേക്ക് ഒരു ആൺകുട്ടിയെ കൊണ്ടുവരുമോ എന്നൊരു പേടി. അപ്പം എൻ്റെ പ്രായമുള്ളവർ ചോദിക്കും ഇങ്ങനെയൊക്കെ ആയോ എന്ന്. ഇതിനാണെന്ന് പറയുക LGBTQ. L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുക. ആദിലയും നൂറയും തമ്മിലുള്ള കല്യാണം അതാണ്. ഗേ, ആണ് ആണിനെ കല്യാണം കഴിക്കുക. LGBT 976 LGBTQ ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. 86 LGBT മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നതറിയോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പവിത്രമായിട്ട് കാണുന്ന ഈ കുടുംബ സംവിധാനമല്ലേ, ഇപ്പോഴുള്ള കുടുംബ സംവിധാനം ഇപ്പോൾ നിങ്ങൾ ഞാനൊക്കെ നയിക്കുന്നത്, അത് പൊട്ടിച്ച് നിങ്ങളെ കയ്യിലേക്ക് തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഞങ്ങളുടെ ഡ്യൂട്ടി അതാണ്. പ്രിയപ്പെട്ടവർ, ഈ കൾച്ചറിൽ പോയിട്ടാണ് നമ്മുടെ മക്കൾ പോയിട്ട് തലവെക്കാറുള്ളത്. ഒരു വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിലോ, അങ്ങനെ വന്നു നമ്മളെ മക്കൾ അങ്ങനെ ആയിപ്പോയി, ഒഴിവാക്കാൻ പറ്റുമോ? ഞാൻ ആയത്ത് പറയട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളെ ഇണയിലും നിങ്ങളെ മക്കളിലും ഒക്കെ ശത്രുക്കളുണ്ട്. ഫഹ്ദറു, നിങ്ങൾ നല്ല ജാഗ്രത പുലർത്തണം. ആയത്ത് അവസാനിച്ച് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്ത് വിട്ടുകൊടുത്ത് അവരെ നേരാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണത്. ഈ ആയത്ത് ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവരെ വീണ്ടും പിശാചിന് എറിഞ്ഞു കൊടുക്കരുത്. ധർമ്മത്തിന്റെ വഴിയിലേക്ക് മെല്ലെ മെല്ലെ അവരെ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മൾ നടത്തണമെന്നാണ് ആയത്തുള്ളത്. നടത്തണമെന്നാണ്. ഈ കൾച്ചർ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയണം. പ്രത്യേകിച്ച് കല്യാണ വീടുകളിൽ
നമ്മുടെ വീട് നിർമ്മാണത്തിൽ ഒക്കെ. ഇതിപ്പോൾ ഒരു വലിയ സംസ്കാരം കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നത്, ആ ഉപഭോഗ സംസ്കാരം. ഞാൻ അവസാനിപ്പിക്കുകയാണേ. ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങുന്ന ആൾക്കാരാണ് നമ്മളില്ലേ. കഴിഞ്ഞ ദിവസം ഞങ്ങളിപ്പോൾ ഒരു പ്രഷർ ഹോമിൻ്റെ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തേക്കാനും നിലവിലൂടെ 19,000 റുപ്യാണ്. അവരുണ്ടാക്കിയ വീടിന് അടുക്കളക്ക് വേണ്ടി 5 ലക്ഷം ചിലവഴിച്ചു. അത് ചെറിയ പൈസയാണ് നിങ്ങൾ പറയും. ഇവർക്ക് ആകെ വീടിന് ചിലവായത് 4 ലക്ഷം രൂപ. അവർ കുടിലാണ് 5 ലക്ഷം 6 ലക്ഷം രൂപ അടുക്കളക്ക് മാത്രം. അതിൽ കൂടുതൽ ഇപ്പോൾ ചിലവാകുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാറോ, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ ആളുകൾ കുറ്റം പറയാനല്ല, നമ്മൾ അവിടെ ഒരു ശ്രദ്ധ പുലർത്തുക. ഞാൻ അങ്ങനെ സാമ്പത്തികം ചെലവഴിക്കും, അതെൻ്റെ റസൂൽ പഠിപ്പിച്ചതാണോ? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. വാരി വാരി എറിയുന്നവൻ ശൈത്താൻ്റെ ചങ്ങാതിയാണ്. അപ്പം ഞാനൊരു കൺട്രോൾ ആ വിഷയത്തിൽ വരുത്താൻ ശ്രമിക്കാം. ഇങ്ങനെ നമ്മൾ അള്ളാഹുവോട് പറഞ്ഞു നോക്കി, പടച്ചോനെ മൂലം ഇത് ഞാനും പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ബാധ്യത കൂടല്ലോ. ഞാനും അള്ളാഹുവോട് പറയുന്നത് ഈ പറയുന്ന രൂപത്തിലൊക്കെ ഒരു പരിധി വരെ ജീവിക്കാനുള്ള തൗഫീക്ക് തരണേന്ന് പ്രാർത്ഥിച്ച അള്ളാഹ് എന്ത് ചെയ്യും? നമ്മളെ ആ വഴിയിലേക്ക് മെല്ലെ കൊണ്ടുവരും. നമ്മുടെ കല്യാണമൊക്കെ അങ്ങനെയാവും, ബർക്കത്തുണ്ടാവും, വീട്ടിൽ ബർക്കത്തുണ്ടാവും. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളൊരു പ്രത്യേക ആദരവും ബഹുമാനമുണ്ട്. കാരണം എന്താ? ഇവൻ്റെ ജീവിതത്തിൽ ഇസ്ലാമികമായിരിക്കുന്ന സ്വഭാവം ശരിക്കും പ്രകടമാണ്. അത് ദീനിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാകും. അപ്പോൾ ഏതായിരുന്നാലും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഈ ക്ലാസ് കേട്ടു, സന്തോഷമുണ്ട്. നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ഞാൻ ആദ്യം യാത്ര ചെയ്ത് വരുമ്പോൾ നല്ല ദൂരെ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ വലിയ സന്തോഷമായി. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും. ഇതേ രൂപത്തിൽ നിങ്ങൾ വീണ്ടും വരണം. ശ്രേഷ്ഠനായ അല്ലാഹു നമ്മുടെ കൂടിച്ചേരൽ സ്വാലിഹായ അമലായി നമ്മളിത് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിതൊക്കെ വന്നു പോയിരിക്കുന്ന പോരായ്മകൾ, പാളിച്ചകൾ എല്ലാം അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പഠിച്ച കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള നല്ല മനസ്സ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ അവസാന ശ്വാസം വരെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടർന്ന് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.